ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൻ. ഞാൻ ഇന്നിവിടെ നല്ല സോഫ്റ്റ് പത്തിരി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ ഞാൻ 1 സ്പൂണ് തൊട്ട് തന്നെ ഞാൻ ഒരു 1/2 സ്പൂണ് ഉപ്പ് ആഡ് ചെയ്ത് ഇതിനകത്തോട്ട് തന്നെ ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഗ്യാസ് ഓണാക്കി ഇനി കുറേശ്ശെ അരിപ്പൊടി അതിനകത്തോട്ട് ഇടുവാണേ. കട്ടയില്ലാതെ ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞ് നമുക്കൊരു പാത്രം കൊണ്ട് ഇത് അടച്ചു വെക്കാമേ. നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ ഇതുപോലെ ഇത് ഇങ്ങനെ നല്ലപോലെ ഒന്ന് 5 മിനിറ്റ്സ് നല്ലപോലെ കുഴയ്ക്കണം. ഇത് നല്ല പത്തിരി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതേന്ന് ചെറിയ ചെറിയ ബോൾസ് എടുത്ത് കയ്യിൽ ഇച്ചിരിയും വെളിച്ചെണ്ണ പുരട്ടി ഇതുപോലെ ബോൾസ് ഉണ്ടാക്കി അരിപ്പൊടിക്കകത്ത് ഇതുപോലെ മുക്കണം. ഞാൻ ആ ചെറിയ ബോൾ ഇതുപോലെ ഓയിൽ കവറിനകത്തോട്ട് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേ. ഇങ്ങനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. പിന്നെ ചപ്പാത്തി പരത്തുന്നത് കൊണ്ടൊന്ന് പരത്തി കൊടുക്കുവാണേ. ഇനി ഞാനിത് തവയിലോട്ടിട്ട് അങ്ങനെ നമ്മുടെ സോഫ്റ്റ് പത്തിരി റെഡി ആയിട്ടുണ്ട്. നോക്കൂ എന്തൊരു സോഫ്റ്റാണ്. പത്തിരിയുടെ കൂടെ ഞാൻ വെജിറ്റബിൾ സ്റ്റൂ ആണ് കഴിക്കുന്നത്. നൊയമ്പൊക്കെ ആയതുകൊണ്ട് നോൺ വെജ് യൂസ് ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ ചിക്കൻ കറിയുടെ കൂടെയും കഴിക്കാമെങ്കിൽ അടിപൊളിയാണ്. നോക്കൂ എന്തൊരു സോഫ്റ്റാണ്. അടിപൊളി, സൂപ്പർ. നിങ്ങളും ഇതേ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കണേ. സൂപ്പറാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.